ഇപ്പോഴത്തെ മക്കളെ വർത്താനമൊക്കെ അല്ല, ഇപ്പോഴത്തെ കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടേ ഡാൻസൊക്കെ അങ്ങനെ കളിച്ചും, ബ്രേക്ക് ഡാൻസ്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു, ഇവരൊക്കെ വിചാരം ഇപ്പം ഞമ്മക്കൊന്നും എത്തുക ഇവിടെ വാട്ടിയ ഇവിടെ വാവോ നമ്മളെ കുട്ടിയാ. ഞാൻ അങ്ങനെ വിചാരിച്ചും ഇവലൊക്കെ വിചാരപ്പോൾ നമുക്കൊന്നും ഇപ്പോൾ എത്തുക അറിയാത്ത പോലെ നമുക്കിപ്പോൾ ഇതൊന്നും കഴിയൂലെന്നാ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം, നമ്മളൊക്കെ എന്തെല്ലാം സാഹസിക കാട്ടി കൂട്ടീനെന്ന്. ഞാൻ എൻ്റെ ഒരനുഭവം പറഞ്ഞുതരാം, ഒറ്റ അനുഭവം. പണ്ട് ഷൊർണൂർ ഭാഗത്ത് ഞാനൊരു പണിക്ക് പോയി തരാം. ഞാൻ കരാറുകാരനെ കേട്ടോ. അന്ന് കണ്ടൊക്കെ പൂട്ടും. ഞാൻ കണ്ടം പൂട്ട് പറഞ്ഞാൽ കൂറ്റം വടുകൂറ്റം കാളകളുണ്ടായിച്ച് എത്ര 2 കോടി 3 കോടി അന്ന് തന്നെ എൻ്റെ ഒരു ജോഡി കാളക്ക് വില അറിഞ്ഞു കഴിഞ്ഞാൽ. അതൊന്നും ഇപ്പോൾ പറയണ്ടാക്കി പിന്നെ പറയാം. എന്തായാലും ഞാൻ പറയാൻ വരുന്ന സംഗതി എന്താ വെച്ചാൽ, ഞാനിങ്ങനെ വരുന്ന ഷൊർണൂർ നിങ്ങൾക്ക് അറിയില്ല, ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണല്ലോ. അതിൽ കൂടെ ഞാൻ ഇങ്ങനെ നടന്ന് വരിക ഒരു പാടത്തിൻ്റെ അക്കത്ത് കൂടെ. അപ്പോൾ ഉണ്ട് ഒരു ഒച്ച കേട്ട് നോക്കുമ്പോൾ എൻ്റെ അടുത്തുള്ള ജാതി അത്ര സൈസ് ഇല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു പടുകൂറ്റൻ കാള റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ നിൽക്കണു. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഉണ്ട് ഒരു കൂറ ഒച്ച. അപ്പോൾ നോക്കുമ്പോൾ എത്താ മലബാർ എക്സ്പ്രസ് ഇങ്ങനെ വരിക. കാളുണ്ട് അവിടെ നിന്ന് മാറുന്നു. ഡ്രൈവർ ഇങ്ങനെ പോകാൻ പറഞ്ഞ് ഓൺ അടിച്ചിട്ടുണ്ട്. അവസാനം ഓണിൻ്റെ ആ സ്വിച്ച് അടിക്ക് താന്നാണ് പോയിട്ട് പിന്നെ ഓൺ അടിച്ചാവും ഡ്രൈവർക്ക് കഴിച്ചില്ല. എന്നാൽ മൂരി ഉണ്ടാവും. കാളുണ്ട് അവിടെ നിന്ന് മാറുന്നു. കാളത്തെ മാറുന്ന കൂട്ടില്ല. ഇങ്ങനെ ഏതാണ്ട് എടുത്താണ്ട് എത്താനായി. എത്തിയില്ല. അവിടെ എത്തിയപ്പോൾ ഞാൻ ഒന്നും കൂടി നോക്കി. ഈ കാള അവിടെ നിന്ന് മാറുവാൻ. കാളക്ക് കാളുണ്ടോ മാറണ്. ഈ ചെങ്ങായിക്കാണെങ്കിൽ ബ്രേക്കും ചവിട്ടാൻ പറ്റൂല. എല്ലായിടത്തും തോന്നിയമാതിരി ബ്രേക്ക് ഔട്ടാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഇപ്പോൾ ഈ തീവണ്ടി പറഞ്ഞാൽ. കാളൻ്റെ ജീവൻ അപകടത്തിലാകുമെന്ന് മനസ്സിലായപ്പോൾ ചിലപ്പോൾ കൂറ്റൻ കാള ചിലപ്പോൾ കാള ഒന്നെങ്കിൽ ശരി വല്ലാണ്ട് കാളമ്മ തട്ടി തീവണ്ടി വേഗക്കാണ് പോകും. അമ്മമാർക്കത്തെ കാളിയല്ലേ. എൻ്റെ അടുത്തുള്ള 2 കാളക്കുട്ടികൾ അത്ര അല്ല കേട്ടോ, അത് വേറെ കാര്യം. ഞാൻ എന്തായാലും ഒരു അപകടം ഉറപ്പാണെങ്കിൽ കാള അല്ലെങ്കിൽ തീവണ്ടി രണ്ടിലൊന്ന് തീരുമാനമാവുന്ന കണ്ടേക്ക് അങ്ങോട്ട് മാണ്ടാണ് ചെന്ന് കാണ്ട് റെയിൽവേ ട്രാക്ക് മാണ്ടാണ് ചെന്നിട്ട് ഒറ്റ പിടുത്ത തീവണ്ടിൻ്റെ എൻജിൻ നോക്കി ഒറ്റ സ്റ്റോപ്പ് പിടിച്ചവിടെയാണ് നിർത്തി. തീവണ്ടി എൻജിൻ കാണും ചളക്കം പറഞ്ഞ ആകെപ്പാട് ഉള്ളിക്കാണ് പോയിട്ട് ഈ എൻജിനൊക്കെ ഒന്നായിട്ട് ഫസ്റ്റത്തെ ബോഗിമ്പോൾ പോയാണ്ട് പോസ്റ്ററായാണ് നിൽക്കണ. അപ്പോൾ ഇതിന് ഡ്രൈവറായിരുന്നു ചാടിട്ടോ. ബാഗ് അന്തം പൊട്ട് പകച്ചിങ്ങനെ നോക്കുക. അതേ സമയം മറ്റേ കച്ചുകൊണ്ട് ഞാൻ കാളൻ്റെ കൊമ്പിനാൻ പിടിച്ചിട്ട് നീട്ടി ഒരു അപ്പുറത്തുള്ള വായത്തോട്ടത്തിൽ എന്നിട്ട് കാളന് കൊയിഞ്ഞാടി. വലിയൊരു അപകടം ഒഴിവായി കിട്ടി അവിടെ. ഇത് കഴിഞ്ഞാണ് നോക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ ഓട്ടിൽ നിന്നാണ് മറ്റേ തീവണ്ടിയുടെ ഡ്രൈവർ എന്നാണ് കാക്കാ നിങ്ങൾ 10,000 ആൾക്കാരെ ജീവനങ്ങൾ രസിച്ച് ഒന്നും പറഞ്ഞാണ്ട് ഇവൻ്റെ കാലം പോടറക്കം അവിടെ നിന്ന് പറഞ്ഞു. ഞാൻ ഇനി കരുതിക്കോളോണ്ടിയായിരുന്നു. ഇനി വണ്ടി വിടുമ്പോൾ കരുതിക്കോളോണ്ട് ഇത്ര സ്പീഡൊന്നും പോകരുതിട്ടാന്നും പറഞ്ഞു. ഇല്ല ഇനി ഇത്ര സ്പീഡ് പോകില്ല എന്നും പറഞ്ഞു. എന്നാൽ ഇവിടെ കരുതിക്കോളോണ്ടി എന്നും പറഞ്ഞു. ഓനാണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് പിന്നെ ആ പളങ്ങിയ എഞ്ചിന് ഞാൻ എൻ്റെ കജോണ്ട് വലിച്ച് നിർത്തി കൊടുത്ത് ഓനെ കയറ്റി കുത്തിറപ്പിച്ചു. ഓൻ്റെ കസാലയൊക്കെ ഇളകി ഞാൻ ഒന്ന് സ്കൂർ ഇട്ടെടുത്ത് കയറ്റി കുത്തിറപ്പിച്ചു. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ചാട്ടാകണില്ല. അതിൽ ഞാൻ ട്രെയിനിൻ്റെ ബാഗിൽ നടന്ന് പോയി. ഞാൻ നല്ല മുടുക്കാണല്ലോ അന്ന്. ഞാൻ നടന്ന് പോയിക്കാണ്ട് ട്രെയിനിൻ്റെ ബാഗിൽ നിന്ന് ഉന്തി ചാട്ടാക്കി. സെക്കൻഡിൽ ഇട്ടടാറുണ്ട്. സെക്കൻഡിലിട്ട് ഉന്തി ചാട്ടാക്കി കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അതൊക്കെ ഒരു കാലം.